രമേശ് ചെന്നിത്തലയുടെ പോലീസ് നല്ല പോലീസും പിണറായി വിജയന്റെ പോലീസ് മോശം പോലീസും എന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ആസ്ഥാന സെക്ഷൽ പോയിട്ടായിട്ടുള്ള പൂവൻ കോഴി, അതായത് സ്ത്രീയുടെ വസ്ത്രം കോലെ തുണി ചുറ്റി വെച്ചാൽ അതിന്റെ പുറകെ പോകുന്ന പരമനാറിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടമാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുലിന് സങ്കടമുണ്ടാകും. കാരണം രാഹുലിനെ രാഖി രാമായണം ഓടിച്ചിട്ട് പിടിച്ച കേരള പോലീസിനോട് രാഹുലിന് സങ്കടമുണ്ടാകും. സ്വാഭാവികമാണ്. രാഹുലെ, സെക്ഷൽ പോവട്ടെ, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന മനോരോഗികളായിട്ടുള്ള കുറെ ആളുകൾ ഈ കേരളത്തിലും ഉണ്ട് എന്നുള്ളതിൽ പരമ ലജ്ജയോടെയാണ് ആ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതും ആയിട്ടുള്ള കുറെ ആളുകൾ ഈ കേരളത്തിലുണ്ട്. അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ. കാരണം നാട് മുഴുവൻ നടന്ന് കോലെ തുണി ചുറ്റി സ്ത്രീയുടെ വസ്ത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പുറകെ പോലും പോയി മെസ്സേജ് അയക്കുകയും പീഡനം നടത്തുകയും അതിനുശേഷം ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ നിർബന്ധിച്ച് ഗർഭ ചിത്രം നടത്തുകയും ചെയ്ത മഹാനായിട്ടുള്ള ഒരു മനുഷ്യനെ നീ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തുപോയി ഒളിവിൽ താമസിക്കുകയും അവിടെ നിന്ന് രാഖി രാമായണം പോലീസ് വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യുകയും ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് പിണറായി വിജയന്റെ പോലീസിനോട് അത്ര താല്പര്യം കാണത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തലയിലേക്ക് അല്പം നിലപാടുള്ള ഒരു മനുഷ്യനാണ്. കാരണം കോൺഗ്രസിലെ പല ആളുകളും നിന്റെ മൂട് താങ്ങി നിന്നപ്പോഴും നിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ പ്രതികരിക്കാതിരുന്നപ്പോഴും മനസ്സ് തുറന്ന് പ്രതികരിച്ച ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിനന്ദനങ്ങൾ നൽകുന്നു. പക്ഷെ അങ്ങ് ഇപ്പോ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. ഇതേപോലെയുള്ള സ്ത്രീ പീഡകന്മാരെ സംരക്ഷിക്കാതെ ഇവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വരാൻ കാണിച്ച ആ പോലീസിനെതിരെ ഇവനെ പോലെയുള്ള പരമനാറികള് പ്രതികരണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അങ്ങ് തിരിച്ച് പ്രതികരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ താങ്ങുന്ന കുറെ സ്ത്രീജനങ്ങളും അതേ അല്ലെങ്കിൽ കുറെ കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരും ഉണ്ട്. എന്തായാലും നിങ്ങളെ പോലെയൊന്നും ഇത്രയ്ക്കും മനസ്സിന് വൈകല്യം പിടിച്ച ആളുകളല്ല ഈ കേരള ജനത എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നന്നാകും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു സെക്ഷൽ പോവട്ടിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വീട്ടിലെ അമ്മയോ പെങ്ങൾക്കോ ആണ് ഈ അവസ്ഥ ഉണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ സങ്കടം മനസ്സിലാകുക തന്നെ ചെയ്യും. നിങ്ങൾ സ്ത്രീ പക്ഷവും അതേപോലെ തന്നെ സ്ത്രീകളുടെ സംരക്ഷണവും ഒക്കെ ഏറ്റെടുത്തുകൊണ്ടുള്ള പരിപാടികളാണ് നടത്തുവാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം റെനി എന്ന് പറയുന്ന ഒരു നടി, അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു സെക്ഷൽ പോവട്ടിനെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ മനസ്സ് കാണിച്ച ഒരു ധീരയായിട്ടുള്ള ഒരു യുവതിയാണ്. കാരണം ശരിക്കും അത് അഭിനന്ദനം അർഹിക്കുകയും അതേപോലെ തന്നെ അവരെ പ്രശംസിക്കുകയും വേണം. കാരണം മറ്റുള്ള ഈ ഇതേ സെക്ഷൽ ഹരാസ്മെന്റിനും ഇവനെ പോലുള്ള പോവട്ടിന്റെ വൃത്തികേടുകൾ മറച്ചു വെക്കാൻ, അതായത് സമൂഹത്തെ പേടിച്ച് മറച്ചു വെച്ച് നിന്ന ആളുകൾക്കൊരു പ്രചോദനമായതും ഈ ഒരു പെൺകുട്ടി കാരണമാണ്. അവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയപ്പോൾ അവരെ കൂകി വിളിച്ച കോൺഗ്രസിന്റെ കുറെ കുറുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങൾ എന്ത് സ്ത്രീപക്ഷ